കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും ദൈവത്തിന്റെ മുമ്പിൽ നശിച്ചു പോയ നമ്മളെ വീണ്ടെടുപ്പാനായിട്ട് ആ വീണ്ടെടുപ്പ് വില പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിലുള്ള വീണ്ടെടുപ്പ് വില നൽകിക്കൊടുപ്പാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയാത്തത് കൊണ്ടും നമ്മൾ ഓരോരുത്തരുടെയും വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. നീ ഇപ്പോൾ പറയും ഞാൻ ഈ കടത്തിലേക്ക് കുത്തിയിരിക്കുക, ഞാൻ കഞ്ചാവും കള്ളും അടിച്ചിട്ട് ആർക്കും വേണ്ടാത്ത അനാഥനെ പോലെ ഇവിടെ ഇരിക്കുക. എന്നാൽ പറയുന്നു പ്രിയപ്പെട്ടവനെ, ദൈവം നിന്നോട് പറയുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്, ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുന്നു. ഓ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് പറയുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. എന്താണ് തെളിവെന്നറിയാമോ? നീ പാപത്താൽ ദൈവത്തിന് മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ നിന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വീണ്ടെടുക്കുവാൻ ദൈവ കോടതിയുടെ മുമ്പിൽ ഒരു വില കൊടുത്തു. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ 10,000 ലക്ഷം കോടി രൂപ കൊടുത്താൽ നിന്റെ വീണ്ടെടുപ്പ് വിലയ്ക്ക് തുല്യമാകത്തില്ല. ഈ ഭൂമിയിലും ഭൂമണ്ഡലങ്ങളിലുള്ള സകല രത്നങ്ങളും വൈഡൂര്യങ്ങളും സ്വർണ്ണ കനികളും തൂക്കി വിറ്റാലും നിനക്ക് തുല്യമായിട്ടൊരു വിലയാകാത്തത് കൊണ്ട് ദൈവം നിനക്കിട്ട മറുവില, വീണ്ടെടുപ്പ് വില, നഷ്ടപ്പെട്ടു പോയ നിന്നെ തിരിച്ചെടുക്കേണ്ടതിന് കൊടുത്ത വില തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ ജീവനാണ്, രക്തമാണ്. അതുകൊണ്ട് വചനം പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചു. അതേ പ്രിയപ്പെട്ടെ, ഒരപ്പന് 10 മക്കളുണ്ട്. ആ 10 മക്കളെ അപ്പൻ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ഭൂമിയിലെ അപ്പനിട്ട പേര് തന്നെയാണ് സ്വർഗത്തിൽ അല്ലെങ്കിൽ എന്താണ് ദൈവത്തിന്റെ നിയമപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്.